ജൂലൈ 1 മുതൽ ജൂലൈ 15 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. GST. രാജ്യവ്യാപകമായി GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 മുതലാണ്. അതേപോലെ GSTയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി പ്രണബ് മുഖർജിയും ചേർന്നാണ്. GST ഉദ്ഘാടനം ചെയ്തത് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചായിരുന്നു. GSTയുടെ ആപ്തവാക്യം ഒരു രാജ്യം, ഒരു നികുതി, ഒരു വിപണി. GST നിലവിൽ വന്ന ആദ്യ രാജ്യം ഫ്രാൻസ് ആണ്. GSTയുടെ ആദ്യ ചെയർമാൻ, ഇന്ത്യയിൽ GSTയുടെ ആദ്യ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്ററായ അരുൺ ജെയ്റ്റ്ലിയാണ്. GST പ്രകാരം നാല് ടാക്സ് പോയിന്റ്സ് ആണുള്ളത്. അതായത് 5%, 12%, 18%, അതുപോലെ തന്നെ 28%. GST പ്രകാരം ചുമത്താൻ കഴിയുന്ന മാക്സിമം നികുതി 28%. GSTയുമായി ബന്ധപ്പെട്ട എല്ലാ നിരക്കുകളും അറിയുന്നതിനായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് GST റേറ്റ് ഫൈൻഡർ. ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് KK വേണുഗോപാലാണ്. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളിയും KK വേണുഗോപാലാണ്. അഗതികളായ വിധവകൾക്ക് പ്രതിമാസം 1000 രൂപ ലഭ്യമാക്കുന്നതിന് സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അഭയ് കിരൺ. 2017 G20 ഉച്ചകോടിക്ക് വേദിയായ നഗരം ഹാംബർഗ്, ജർമ്മനിയിലാണ്. 2017 കോൺഫെഡറേഷൻ കപ്പിന്റെ ജേതാക്കൾ ജർമ്മനിയാണ്. അതുപോലെ റണ്ണറപ്പ് ചിലിയാണ്. 2017 കോൺഫെഡറേഷൻ കപ്പിന് വേദിയായ രാജ്യം റഷ്യയാണ്. അടുത്തിടെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച കർണാടകയിലെ പോത്തോട്ട മത്സരമാണ് കംബാല. ഗ്ലോബൽ സൈബർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 23 ഗ്ലോബൽ സൈബർ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂരാണ്. പുതിയ മംഗോളിയൻ പ്രസിഡന്റ് കൽത്മ ബത്തുലുഗ. ഇസ്രയേൽ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഈ സമയത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ആദര സൂചകമായി ഇസ്രയേൽ സർക്കാർ മോദി എന്ന് പേര് നൽകിയ പുഷ്പമാണ് ഇസ്രയേൽ ക്രിസ്താംബം. ായത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യനായത് ഇന്ത്യയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ ഏഷ്യൻ അത്ലറ്റിക്സിൽ കിരീട ജേതാക്കളാവുന്നത്. ഏഷ്യൻ അത്ലറ്റിക്സ് നടന്നത് ഒഡീഷയിലെ ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ്. ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്ത് ഒഡീഷയിലെ മുഖ്യമന്ത്രിയായ നവൻ പട്നായിക്കാണ്. 45 രാജ്യങ്ങളാണ് അതിനകത്ത് പങ്കെടുത്തത്. മലയാളി അത്ലറ്റായ ടിൻഡു ലൂക്കയാണ് മാർച്ച് പാസ്റ്റിൽ ഇന്ത്യയുടെ പതാക ഏന്തിയത്. 12 സ്വർണവും 5 വെള്ളിയും 12 വെങ്കലവും ഉൾപ്പെടെ 29 മെഡലുകളുമായാണ് ഇന്ത്യ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത്. 8 സ്വർണവും 7 വെള്ളിയും 5 വെങ്കലവും നേടി ചൈനയാണ് 2ാം സ്ഥാനത്തുള്ളത്. ഇന്ത്യയുടെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തെരഞ്ഞെടുക്കപ്പെട്ടത് അജൽ കുമാർ ജ്യോതിയാണ്. ഇന്ത്യയുടെ 21ാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അജൽ കുമാർ ജ്യോതി. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ നഗരമാണ് അഹമ്മദാബാദ്. 2017 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവാണ് വാൾട്ടേരി ബോട്ടാസ്. വനിതാ ക്രിക്കറ്റിൽ 6000 റൺ നേടിയ ആദ്യ താരമാണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായ മിതാലി രാജ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് രവി ശാസ്ത്രി.